ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റാണീസ് കിച്ചൺ. ഇന്ന് നമുക്ക് റെഡ് വെൽവെറ്റ് പോലുള്ള സ്പെഷ്യൽ കേക്കുകളിൽ ഐസിങ് ചെയ്യുമ്പോൾ ചേർക്കുന്ന ക്രീം ചീസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 2 ഗ്ലാസ് പാലുണ്ടെങ്കിൽ 1 കിലോ കേക്കിൽ ഐസിങ് ചെയ്യുമ്പോൾ ചേർക്കുന്ന ക്രീം ചീസ് ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. ക്രീം ചീസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 ഗ്ലാസ് പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പാലിപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരുമ്പോൾ ഗ്യാസ് ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ നാരങ്ങ പിഴിഞ്ഞിട്ട് അരിച്ച് വെച്ചിട്ടുണ്ട്. അത് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ നീരല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. വിനാഗിരി ആയാലും ഇതുപോലെ കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് പാല് പിരിയുന്നതാണ് കണക്ക്. പാല് നന്നായിട്ട് പിരിഞ്ഞ് വരണം, അതുവരെ ഒഴിച്ചു കൊടുക്കണം. കുറേശ്ശായിട്ട് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ പാൽ ഇതുപോലെ നന്നായിട്ട് പിരിഞ്ഞ് വെള്ളം തെളിഞ്ഞ് വരും. ഞാനിപ്പോൾ മുഴുവൻ നാരങ്ങ നീരും ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് പാല് പിരിഞ്ഞ് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് അരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പനീർ ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് തുണിയിലൂടെയാണ് അരിച്ചെടുക്കുന്നത്. ഇപ്പോൾ തുണിയിലൂടെയൊന്നും അരിക്കേണ്ട, അരിപ്പയിലിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നന്നായിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് അമർത്തി വെള്ളം കളയാം. ഇനി അരിപ്പ മറ്റൊരു പാത്രത്തിലേക്ക് വയ്ക്കാം. അരിച്ചെടുത്ത ഈ വെള്ളം ചപ്പാത്തി കുഴയ്ക്കുമ്പോഴൊക്കെ ചപ്പാത്തി കുഴയ്ക്കാനായിട്ടൊക്കെ എടുക്കാൻ നല്ലതാണ്. അത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട്, തണുത്ത വെള്ളം, സാധാരണ വെള്ളം ഒഴിച്ചാൽ മതി. ഇതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് അമർത്തി വെള്ളം കളയണം. അപ്പോൾ ഇതിൽ നമ്മൾ ഒഴിച്ച നാരങ്ങയുടെ നീരിൻ്റെ പുളിപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇതൊന്ന് നന്നായിട്ട് തണുത്ത് വരണം, അതുവരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് നന്നായിട്ട് അമർത്തി കൊടുക്കാം. വെള്ളം നന്നായിട്ട് കളയണം. അതിനുശേഷം ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് വേണം അരയ്ക്കാൻ. മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് നിർത്തി ഒന്ന് അരച്ചെടുക്കണം. ഇതൊരിക്കലും ചൂടായി പോകരുത്, അതുകൊണ്ട് നിർത്തി അരച്ചെടുക്കണം. ഇപ്പോൾ നല്ല ക്രീമി ആയിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ബ്രെഡിൽ തേക്കാനോ അങ്ങനെ അതിനൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. സാൻഡ്വിച്ചിലും ബ്രെഡിലും ഒക്കെ തേക്കാനായിട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട്, ഒരു റെഡ് ബി കേക്കിൽ ഐസിങ് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ക്രീം ചീസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ള, നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീം ചീസ് തന്നെ നമുക്ക് ഇതുപോലെ കിട്ടും. നല്ല ടേസ്റ്റാണ് ഇതിന്. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇങ്ങനെ കഴിക്കാനും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കേക്കിൽ ഐസിങ് ചെയ്യുമ്പോൾ കേക്കിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് മാറും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക്, റെഡ് ബി കേക്ക്, അതിനൊക്കെ ഐസിങ് ചെയ്യുമ്പോൾ ഇത് ചേർക്കാറുണ്ട്. ഞാനിപ്പോൾ നാളെ ഒരു റെഡ് ബി കേക്ക് ഉണ്ടാക്കും. അതിൻ്റെ വീഡിയോ അടുത്ത ദിവസം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. എല്ലാവരും കാണണം. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുന്നുണ്ട്. ഫ്രിഡ്ജിൻ്റെ താഴെത്തട്ടിൽ വെച്ചാൽ മതി. അതിനുശേഷം കേക്ക് ഉണ്ടാക്കുന്നതിന് 1 മണിക്കൂർ മുമ്പെടുത്ത് പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കാം. ഇനി കട്ടിയായി പോവുകയാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് മിക്സിയിൽ നിന്ന് അടിച്ചെടുത്ത ശേഷം വിപ്പിംഗ് ക്രീമിൽ ചേർത്താൽ മതി. വളരെ ഈസിയാണ്. കേക്ക് വിൽക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ വളരെ ലാഭമാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.